ഫ്ലിപ്സോൺ ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്തിലേക്ക്, വിശാലമായ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്ലിപ്സോൺ എന്ന് കാണിക്കാൻ പോകുന്നത് അടുത്തിടെ തുടങ്ങിയ ജിയോ പേയ്മെൻറ്റ് ബാങ്ക്, അതിൻ്റെ ATM കാർഡ്, അതും നല്ല ക്വാളിറ്റിയുള്ള പ്ലാറ്റിനം കാർഡ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അത് ഓർഡർ ചെയ്യേണ്ട രൂപമാണ് ഫ്ലിപ്സോൺ ഓൺലൈൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആദ്യം നമ്മൾ ജിയോ പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്ന ജിയോ ഫൈനാൻസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ശേഷം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിന്ന് കിട്ടും. പിന്നെ ആ പിന്ന് വെച്ചിട്ടാണ് പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെ വരും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബാലൻസ് കാണിക്കും, ഇവിടെ സ്വീപ്പ് അക്കൗണ്ട് കാണിക്കും, എല്ലാം കാണിക്കും. ഹോം ഉണ്ടാവും ഇവിടെ. അതിൻ്റെ ശേഷം ബാങ്ക് ഉണ്ടാവുക. ബാങ്കിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അടിക്കുന്നതാണ്. ഇവിടെ യുവർ ഡെബിറ്റ് കാർഡ് ഈസ് ഹിയർ എന്നുണ്ടാവും. അവിടെ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇവിടെ അങ്ങനെ കാണാം. എന്നിട്ട് അതിൻ്റെ ശേഷം ഇവിടെ നമുക്ക് അപ്ലൈ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുവഴി അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് അവർ അയച്ചു തരും. ഓക്കെ, കിട്ടിയതിൻ്റെ ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അതെല്ലാം ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്താൻ നമ്മുടെ ആഡ് മണി ടു JPB അക്കൗണ്ട്, ജിയോ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടൊക്കെ പൈസ ചേർക്കുക. സ്റ്റേ അലർട്ട്, സ്റ്റേ സേഫ്. പിന്നെ ഇവിടെ ഹെൽപ്പ് സപ്പോർട്ട് ഉണ്ട്. മറ്റുള്ള കമ്പനികളെ പോലെയല്ല, പെട്ടെന്ന് തന്നെ പ്രതികരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെൽപ്പ് സപ്പോർട്ടിൽ. പിന്നെ സർവേ റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം എന്താ ഇവിടെ മെനു ഓപ്ഷൻ ഉണ്ട്. ലോണിൻ്റെ കാര്യമുണ്ട്. പിന്നെ ബിൽ പേയ്മെൻറ്റ് ഉണ്ട് ഇവിടെ. അതിൽ മൊബൈൽ റീചാർജ്, ഫാസ്ടാഗ്, ഇലക്ട്രിസിറ്റി DTH, ബുക്ക് LPG, ക്രെഡിറ്റ് കാർഡ്, ജിയോ ഫൈബർ, പോസ്റ്റ് പെയ്ഡ്. നമുക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. ഇതെല്ലാം എൻ്റെ ഹിസ്റ്ററിയാണ്. അതുപോലെ ഇവിടെ നമുക്ക് ഇത് റീചാർജ് ചെയ്യാൻ പറ്റും. ഫാസ്ടാഗ് മിനിമം 100 രൂപ വേണമെന്നാണ് പറയുന്നത്. ഇലക്ട്രിസിറ്റി ബില്ല് അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ സബ്സ്ക്രിപ്ഷൻ, ക്ലബ് ആൻഡ് അസോസിയേറ്റ്, ഹോസ്പിറ്റൽ, പാത്തോളജി, ഹൗസിംഗ് സൊസൈറ്റി, വേറെൻറ്റ്. നമ്മൾ മുഖ്യമായിട്ട് ബാങ്കിൽ തന്നെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. സ്വീപ്പ് അക്കൗണ്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ യു ഡു നോട്ട് ഹാവ് എ സ്വീപ്പ് അക്കൗണ്ട് വിത്ത് ദ പാർട്ട്ണർ ബാങ്ക് എന്നാണ്. പ്ലീസ് പ്രൊവൈഡ് കൺസെൻറ്റ് ഫ്രം യുവർ പ്രൊഫൈൽ ടു ക്രിയേറ്റ് ദി അക്കൗണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെയാണ് ഡെബിറ്റ് കാർഡ്. ഇതാണ് ഡെബിറ്റ് കാർഡ്. കാണാൻ തന്നെ ഭംഗിയുള്ള റൂപേ ഡെബിറ്റ് ആണ്. പ്ലാറ്റിനം റൂപേ ഡെബിറ്റ് കാർഡാണ്. അവിടെ കാർഡ് ഹോൾഡർ നെയിം ഉണ്ടാവും. ഇനി അതിൽ നമുക്ക് സെൻഡ് മണി, ആഡ് മണി ഉണ്ട്, പാസ്ബുക്ക് ഉണ്ട്. പിന്നെ ബെനിഫിഷ്യറികൾ നമ്മൾ സേവ് ചെയ്ത അക്കൗണ്ടിലേക്ക് ഇവിടെ ഞാനൊരു ബെനിഫിഷ്യറി സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതാണ് എൻ്റെ പ്രൊഫൈല്. കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമ്മൾ അയച്ചത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. ഇത്രയാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. നല്ല സുഖകരമായ ആപ്ലിക്കേഷനാണ്. 3.5 ആണ് ഇതിൽ. ഐ വെയിറ്റ് യു ആഡ് മണി ടു യുവർ അക്കൗണ്ട് ടുഡേ. എന്തായാലും ജിയോയിൽ അക്കൗണ്ട് എടുത്ത, പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് എടുത്ത ആളുകൾക്കൊക്കെ ഈ സമയത്ത് തന്നെ ക്രെഡിറ്റ് കാർഡിന് ആപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, ഡെബിറ്റ് കാർഡ് എന്നുള്ള സെക്ഷനാണ് എടുക്കേണ്ടത്. അവിടെ കാര്യങ്ങളെല്ലാം വന്നെടുക്കുന്നുണ്ട്.